ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് റിയാക്ഷൻ ചാനലുകളിലുള്ള പലരും ഈ രേണു സുധിയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞും ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടും ഉള്ള ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. കൂടുതൽ പേരും അവരുടെ നെഗറ്റീവിനെയാണ് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് സുധി മരിച്ചതിന് ശേഷം കുറച്ച് കാലഘട്ടങ്ങളിൽ ഇവർ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചപ്പോൾ അത് അവർക്ക് ജീവിക്കാനുള്ള മാർഗമല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ റീച്ച് ഉണ്ടാക്കാനും വൈറലാക്കാനും ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരുപാട് സിനിമ ട്രെയിലറുകൾ ഇറങ്ങുമ്പോൾ അതിനൊക്കെ വ്യൂസ് അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന സിനിമ ട്രെയിലറുകൾക്ക് റിവ്യൂ പറയുന്ന, പുതിയ സിനിമകൾക്ക് റിവ്യൂ പറയുന്ന ഒരുപാട് ആളുകളെ വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ ആ സിനിമേനെക്കുറിച്ചും ആ സിനിമയിലുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചും അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരുപാട് വിമർശനങ്ങളും നല്ലതുമൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് നല്ല സുഖമാണ്, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വായിൽ നാവുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ വിമർശിച്ചിരുന്നാൽ മതി. ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒന്നല്ല. വെറുതെ ഈ വീഡിയോയുടെ മുന്നിലിരുന്ന് പറയുന്നതും അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കൊണ്ട് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കാം, പക്ഷേ അവരുടെ ജീവിതം, അവരുടെ ജീവിത മാർഗമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആരെയും പറ്റിക്കാതെ സ്വയം ജോലി എടുത്ത് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞു. സിനിമയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചിന്തിച്ച് നോക്ക്. എത്രയോ സിനിമ നടികൾ, നമ്മുടെ മലയാള നടിമാരായിട്ടുള്ള എത്രയോ ആൾക്കാർ പല ഭാഗങ്ങളും കാണിച്ച് സിനിമയിൽ വേഷം ആടി തിമിർക്കുന്ന ഒരുപാട് താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ നയൻതാരയൊക്കെ തന്നെ, നമ്മുടെ നയൻതാര, ഭാവന, ഇവരൊക്കെ ഒരുപാട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മനുഷ്യന് അത് വൃത്തികെട്ട രീതിയിലുള്ള സീനുകളൊക്കെ അഭിനയിക്കുന്നു വരുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനൊരാളുടെ പേരിൽ ഇങ്ങനെ കുതിര കയറി അവരെ ഫുള്ള് നെഗറ്റീവ് അടിച്ചിട്ട്, ചിലവർ കുറച്ച് മുന്നേ അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരൊക്കെ തിരിച്ചു പറയുന്നു. അപ്പോൾ അതായത് നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡിങ്ങിൽ നിൽക്കും. തെറ്റ് പറ്റും, തെറ്റിനെ തിരുത്താം, പക്ഷേ അവർ അവരുടെ ജീവിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച് ജീവിക്കുന്ന പ്രത്യേകിച്ച് ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ, ഭർത്താവ് എന്ന് പറയുന്നത് ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കലയൊക്കെ നമ്മൾ അംഗീകരിക്കും. അദ്ദേഹം കലാകാരനാണ്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ചില ജീവിത ശൈലികൾ മാറി വരും. അതുകൊണ്ട് ഇവർ മാറ്റത്തിന് വിധേയമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതവരുടെ തെറ്റല്ല. അവർ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ആ ഭാര്യയെ പിഴുതെറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കയറി ചെല്ലുകയോ അവരുടെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവരും ഇവരുടെ മക്കൾക്കും സ്വയം ജീവിക്കാനായിട്ട് അവർ ഒരു ജോലി ചെയ്യുന്നു. അതവരുടെ വസ്ത്രധാരണങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ അവരുടേതായ ഇഷ്ടത്തിലൂടെ ചെയ്യുന്നു. വലിയ റോങ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ, എത്രയോ വൃത്തികെട്ട രീതിയിൽ മലയാള നടിമാരനെ എത്രയോ പേര് അഭിനയിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു ഉദ്ഘാടന കർമ്മത്തിനൊക്കെ വന്ന് നമ്മൾ കച്ചം കെട്ടി അവരെ കാണാനും അവർക്ക് സ്വീകരിക്കാനൊക്കെ നമ്മൾ പോകുന്നത് പോലുള്ളൊരു സംഭവമായിട്ട് കണക്കൂട്ടിയായി. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടിരിക്കുന്നത് പുതിയ ചെയ്യുന്നുണ്ട്, ദേവദം എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യും. കുറേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ സ്വപ്ന സുരേഷ് ചേച്ചിയുടെ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന്, ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും. അത് ഞാൻ എന്നും പറയുന്ന പോലെ ഇപ്പം നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു, ഇപ്പോൾ അത് ഒന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ നെഗറ്റീവ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. നമ്മൾ മിണ്ടാതിരിക്കുക. അതാണ് അവർ പറഞ്ഞതാണ് അതിൻ്റെ ശരി. നെഗറ്റീവ്സിനോട് നമ്മൾ മിണ്ടാതിരിക്കുക, അതിനെ പ്രതികരിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല.
അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവർ അവർ പറഞ്ഞ് നടക്കും തോറും അത് നമുക്ക് പോസിറ്റീവായിട്ടേ വരുള്ളൂ. എന്ത് കാര്യവും എന്ത് ജീവിതത്തിൽ വേറൊരു ഭാഗങ്ങളിൽ അത് പോസിറ്റീവായിട്ട് വരും. ഈ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവർക്ക് പിന്നീട് അത് പോസിറ്റീവായി വരും. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. അത് സിനിമാ മേഖല മാത്രമല്ല, ഏത് ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഫുൾ നെഗറ്റീവ് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവനക്കത് പോസിറ്റീവായിട്ട് വരും. അതങ്ങനെ വരുള്ളൂ. ഇവരെ കുറിച്ച് പിന്നെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവർ പറഞ്ഞിട്ട്, സ്വപ്ന സുരേഷ് ആരാണ് മുതൽ? അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയ ആൾക്കാരാണ് അവർ. ഇവരെ കുറ്റം പറയാൻ മാത്രം അത്രയ്ക്കും നല്ലൊരു പുള്ളിയാണോ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത്? അല്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ വിഷുവിന് ഇവരെ കുറിച്ച് ഒരു പോസ്റ്റർ അടിച്ചിട്ട് അവരെ കളിയാക്കുന്ന രൂപത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ഈ രേണുസുതി പറഞ്ഞത് എന്താ? ഞാനത് ശ്രദ്ധിക്കുന്നില്ല. നെഗറ്റീവുകൾ ഒരുപാട് വരുമല്ലോ, അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് അവരോട് നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് ജയിച്ചിട്ട് നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ സുചേട്ടനാണ് എൻ്റെ കൂടെ ഇതെല്ലാം ചെയ്തു തരുന്നെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. ഈ സുധിച്ചേട്ടൻ്റെ പേര് പറയുന്നതിന് ഒരുപാട് യൂട്യൂബേഴ്സുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ചാനലുകൾക്ക്, ഒരുപാട് ആളുകൾക്ക്, അങ്ങനെ തന്നെ പറയാം, ഒരുപാട് വിമർശനമുണ്ട്. എങ്ങനെയാണ് രേണു സുധി ആകുന്നത്, രേണു സുധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടല്ലേന്ന് ഇവരിപ്പോഴും പറയുന്നത്. സുധിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ചേട്ടനാണ് എനിക്കിങ്ങനെ ചെയ്തു തരുന്നത് എന്നുള്ള രീതിയിൽ ഉള്ളത് പറയുന്നത്. കാരണം അവരുടെ ചേട്ടൻ ഒരു കലാകാരനായിരുന്നു. ആ കലാകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ആ രീതിയിൽ തന്നെയാണ് അവരുടെ ഭാര്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ ആഗ്രഹമാണ്. അത് നിഷേധിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. അത് അവരുടേതായ ഇഷ്ടങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഓരോരുത്തരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അവരുടേതായ ഇഷ്ടങ്ങളിൽ അവർ ജീവിക്കട്ടെ. അവർ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ പേഴ്സണലായിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഷോർട്ട് ഫിലിമുകളോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അവർ പോട്ടെ. അവരെ പിന്നാലെ നടക്കുന്ന എന്തിനാ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ട് വൈറലായിട്ട് കുറേ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ അവരെ കുറ്റം പറഞ്ഞ് കിട്ടിയിട്ട് എന്ത് നേടാനാണ്? ഒരുപാട് ആളുകൾ സിനിമ അങ്ങനെ ആയിട്ടുണ്ട്, മറ്റൊരു അഭിനയം ഇങ്ങനെ ആയിട്ടുണ്ട്, അതാണ് ഇതാണ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഈ വട്ടം വളഞ്ഞിട്ട് സുധിയുടെ പേരും പറഞ്ഞ് രേണു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അവരെങ്ങനെയാലും സുധിയുടെ ഭാര്യ തന്നെയല്ലേ. അപ്പോൾ ആ രീതിയിൽ അവർ അറിയപ്പെടും. അപ്പോൾ അവർക്ക് ജീവിക്കാൻ അവർ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലൊന്നും കയറി ഇടപെടുന്നില്ലല്ലോ. അവർ ഒരു മകനെ നോക്കുന്നുണ്ട്. അവരെ ഫാമിലിക്കും അവർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള നമ്മൾക്ക് കാണുന്ന നമ്മൾക്കുള്ളത്. അതൊരു അദൃശ്യ ശക്തിയായിട്ട് തന്നെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുപോലൊക്കെയുള്ള വലിയ വലിയ സിനിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നത്. ഒരു കലാകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം തന്നെയാണ് ഇവർ ഫേമസ് ആയതും ഇവർക്ക് ഇത്തരം ചാൻസുകൾ വന്നതും ഇപ്പോൾ സിനിമയിൽ ഒരു അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതിനെ കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തിനാണ് അതിനെ കുറ്റം പറയുന്നത്? ആ കലാകാരൻ്റെ ബാനറിൽ അറിയപ്പെടുന്നത് കൊണ്ടല്ലേ. രേണു അങ്ങനെ സ്റ്റിൽ രേണു മാത്രമാണെങ്കിൽ അവൾ അറിയപ്പെടുമോ? പേരിൻ്റെ കൂടെ സുധി എന്ന പേര് വെക്കുന്നത് കൊണ്ടല്ലേ. ഇവർ രേണു സുധി എന്നല്ലാതെ പിന്നെ എന്തെന്നാണ് പേര് വെക്കണത്? ഇവിടെ ഒരുവിധം സിനിമാ നടിമാർക്കൊക്കെ അതുപോലെ തന്നെ ഇരട്ട പേരുകളുണ്ടല്ലോ. ഒരച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ അവരുടെ തറവാട്ടിൻ്റെ പേരോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംഭവങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് അറിയപ്പെടാനും അവർക്ക് അറിയപ്പെടേണ്ടത് കാര്യമുണ്ട്. ഇവർ മറ്റുള്ള പൊട്ട രീതിയിലല്ല വൈറലാവുന്നത്. സുധിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് ഇവർക്ക് ചാൻസ് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന രേണുവിനും അറിയാം. ആ കെയർ ഓഫിൽ തന്നെയാണ് ഇവർ അവരുടേതായ വരുമാന മാർഗം ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ കയറി അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ചൊറിയും തോറും അവർ വൈറലായി ഫേമസ് ആയി അവരുടെ ചാനലുകളും അവരുടെ കാര്യങ്ങളും ഒക്കെ ഉയർന്ന് പന്തലിച്ച് വലിയൊരു പന്തലായിട്ട് വരും.
അത്രേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരും നമുക്ക്. ആ സാഹചര്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് അവർ അതിനോട് നിരന്തരം പോരാടിക്കൊണ്ട് അവർ ജീവിക്കാനുള്ള മാർഗം കാണുന്നത്. അതൊരു പൊട്ട മാർഗത്തിലൂടെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ അതിന് പ്രതികരിക്കുന്നത്. ഇപ്പോൾ അവർ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളും, ഫിലിം എന്ന് പറയുന്നത് സാധാരണ സിനിമക്കാർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഷൈൻ ടോം ചെയ്ത പോലൊന്നും ചാടലും മറിയലും മോഡലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ നടത്തിയിട്ടില്ല. അതിനൊക്കെയാണ് വിമർശിക്കേണ്ടത്. നമ്മളതിനൊക്കെ നല്ല രീതിയിൽ വിമർശിക്കലും വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, അവരുടെ ജീവിത കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ പിന്നിൽ അവരെ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവരവരുടെ ഭാഗത്തുകൂടെ അവർ ജീവിതം കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിക്കോട്ടെ. നമ്മളെ കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. റിയാക്ഷൻ്റെ ചാനലുകളായാലും എന്നിട്ടായാലും നമുക്ക് പറയാൻ ഇഷ്ടം പോലെ കാര്യമുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ അവരെ വെറുതെ വിട്. അവരെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ, അവർ നല്ല രീതിയിൽ എത്തട്ടെ. അവർ ജീവിതമാർഗം ബുദ്ധിമുട്ടി നിൽക്കുന്ന അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, ആ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക. അവരങ്ങനെ ജീവിച്ചു പോട്ടെ. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.